Chapter 14 Semiconductor Electronics Materials, Devices and Simple Circuits. +2 ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്റർ സെമികണ്ടക്ടർ ഇലക്ട്രോണിക്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ സെമികണ്ടക്ടേഴ്സ് എന്താണെന്നും അതിലെ ഇനോർഗാനിക് സെമികണ്ടക്ടേഴ്സ് ആയിട്ടുള്ള ജെർമേനിയവും സിലിക്കണെക്കുറിച്ചും അതുപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഡിവൈസുകളെക്കുറിച്ചും ആ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സിമ്പിൾ സർക്യൂട്ട്സുകളെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യമായി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സിലേക്ക് പോവുകയാണ്. Here we are classifying solids on the basis of conductivity, electrical conductivity. ഒരു മെറ്റീരിയലിലൂടെ കറണ്ട് കണ്ടക്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിൻ്റെ കറണ്ട് കണ്ടക്റ്റിംഗ് കപ്പാസിറ്റി, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. On the basis of the relative values of electrical conductivity or resistivity, the solids are broadly classified as metals. ഒന്നാമത്തെ ക്ലാസ്, അതായത് രണ്ട് പാരാമീറ്ററാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഒന്ന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സിഗ്മയും മറ്റൊന്ന് അതിൻ്റെ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ്, ഇഫ് റെസിസ്റ്റിവിറ്റി ഈസ് ലാർജ്, കണ്ടക്ടിവിറ്റി വിൽ ബി സ്മോൾ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ, മെറ്റൽസ് എന്നോ അല്ലെങ്കിൽ നമുക്കതിനെ കണ്ടക്ടേഴ്സ് എന്നോ വിളിക്കാം, ദേ പൊസസ് വെരി ലോ റെസിസ്റ്റിവിറ്റി. അവയുടെ റെസിസ്റ്റിവിറ്റി വളരെ വളരെ കുറവായിരിക്കും. ഇൻ ടേൺ ഇറ്റ് മീൻസ് ദേ ഹാവ് ഹൈ കണ്ടക്ടിവിറ്റി. വളരെ ഹൈ കണ്ടക്ടിവിറ്റി ആയിരിക്കും കണ്ടക്ടേഴ്സിനുണ്ടാവുക. നമ്മളിതിൻ്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും പറ്റിയൊന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഓർഡർ, റെസിസ്റ്റിവിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും ഓർഡർ വരുന്നത്, റെസിസ്റ്റിവിറ്റി ലൈസ് ബിറ്റ്വീൻ 10⁻² to 10⁻8 ഓം മീറ്റർ റേഞ്ചിലാണ്. അതിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ സിഗ്മ വിൽ ബി ലൈങ് ബിറ്റ്വീൻ 10⁻² to 10⁻8 ohm⁻⁻1 meter⁻⁻1. ഇതാണ് മെറ്റൽസിൻ്റെ കേസിൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയുടെയും ഒരു ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. രണ്ടാമത്തെ ക്ലാസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി. കണ്ടക്ടേഴ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. കണ്ടക്ടേഴ്സിന് ലോ റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ ഇൻസുലേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൈ റെസിസ്റ്റിവിറ്റിയാണുള്ളത്. ഹൈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ദേ ഹാവ് ലോ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ള അവയുടെ എബിലിറ്റി കുറവായിരിക്കും. ദേ വോണ്ട് അലോ കറണ്ട് ടു പാസ് ത്രൂ. ദേ വോണ്ട് അലോ ഇലക്ട്രോൺസ് ടു മൂവ് ത്രൂ. അതിലൂടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ സാധ്യമാവില്ല. Now, the order of magnitude of conductivity and resistivity of insulators comes in the range. That is, resistivity will be in the range 10⁻11 to 10⁻19 ohm meter ആയിരിക്കും. എന്നാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 10⁻11 to 10⁻19 സീമൻ meter⁻1. അപ്പോൾ ഇതാണ് ഇൻസുലേറ്റേഴ്സിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇനി മെറ്റൽസിനും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇടയിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ഒരു കൂട്ടം മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം സോളിഡ്സ് ഉണ്ട്. സോ വി ഹാവ് solids that have resistivity or conductivity intermediate to metals and insulators, that is between metals and insulators. So there are some materials whose conductivity and resistivity lies between that of metals and insulators. അതായത്
സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസിൻ്റെ കണ്ടക്ടിവിറ്റി മെറ്റൽസിനെക്കാട്ടി കുറവായിരിക്കും, എന്നാൽ ഇൻസുലേറ്റേഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. So semiconductors have conductivity less than that of metals or conductors but greater than that of insulators. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി ഇൻസുലേറ്റേഴ്സിനേക്കാൾ കുറവായിരിക്കും, എന്നാൽ മെറ്റൽസിനേക്കാൾ കൂടുതലായിരിക്കും. So their resistivity will be less than insulators but greater than metals or conductors. അപ്പോൾ അത്തരത്തിൽ കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും ഇൻസുലേറ്റേഴ്സിൻ്റെയും മെറ്റൽസിൻ്റെയും ഇടയിൽ വരുന്ന ഒരു കൂട്ടം സോളിഡ്സിനെയാണ് നമ്മൾ, ദാറ്റ് ഗ്രൂപ്പ് ഈസ് ആക്ച്വലി കോൾഡ് സെമി കണ്ടക്ടേഴ്സ്. അവയുടെ കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയുടെയും ഓർഡറാണ്. റെസിസ്റ്റിവിറ്റി ലൈസ് ബിറ്റ്വീൻ 10⁻⁵ to 10⁻⁶ ohm meter, and the corresponding conductivity, the order of magnitude of conductivity, lies between 10⁵ to 10⁻⁻⁶, ohm⁻⁻⁴, meter⁻⁻⁴, or Siemens meter⁻⁻⁴. അപ്പോൾ ഇതാണ് സോളിഡ്സിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെയോ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ടേംസിൽ നമ്മൾ മൂന്നായിട്ട് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യും. സോ വി ഹാവ് മെറ്റൽസ്, insulators and semiconductors. Now in this chapter we will restrict ourselves to the study of inorganic semiconductors, particularly elemental semiconductors like silicon and germanium. നമുക്ക് പല രീതിയിലുള്ള സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇനോർഗാനിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, കോമ്പൗണ്ടൽ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ നമ്മൾ ഈ രണ്ട് സിലിക്കണും ജർമേനിയത്തെയും ബേസ് ചെയ്തുകൊണ്ടുള്ള സെമി കണ്ടക്ടിങ് ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. Now another important area, that is what is called energy bands. What are energy bands? According to the Bohr atom model or atomic model, in an isolated atom, the energy of any of its electrons is decided by the orbit in which it revolves. നമ്മൾ പഠിച്ചതാണ്. ബോറിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് ചില സ്പെസിഫൈഡ് ഓർബിറ്റ്സിലൂടെയാണ്, സ്റ്റേഷനറി ഓർബിറ്റ്സിലൂടെയാണ്. അത്തരത്തിലൊരു സ്റ്റേഷനറി ഓർബിറ്റ്സിലൂടെ കറങ്ങുന്ന ഇലക്ട്രോൺസിന് ഒരു നിശ്ചിത എനർജി ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. സോ ദേ ഹാവ് എൻ എനർജി ലെവൽ. നമുക്കൊരു എനർജി ലെവൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും, ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ പറയാൻ സാധിക്കും. ഓരോ ഇലക്ട്രോണിനും എത്ര എനർജി ആയിരിക്കും, അതിൻ്റെ ഓർബിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു നിശ്ചിത എനർജി സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ബട്ട് വെൻ ദി ആറ്റംസ് കം ടുഗദർ ടു ഫോം എ സോളിഡ്, ദി ആറ്റംസ് വിൽ ബി ക്ലോസ് ടുഗദർ. വളരെ പാക്ഡ് ആയിട്ടാണ് നമ്മൾ സോളിഡ്സിൻ്റെ കേസിൽ ആറ്റം വരുന്നത്, നമുക്കറിയാം. ഏത് ടൈപ്പ് ഓഫ് പാക്കിംഗ് ആണെങ്കിലും ദ ആറ്റംസ് വിൽ ബി വെരി വെരി ക്ലോസ് ടുഗദർ. അങ്ങനെ ആറ്റംസ് വളരെ അടുത്ത് വരുമ്പോൾ ദേ വിൽ ബി ഇൻട്രാക്ഷൻ എമംഗ് ദംസെൽവ്സ്. അവയ്ക്കിടയിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ആറ്റം തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി ദ ഇൻട്രാക്ഷൻ എമംഗ് ദി കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ബൈ ദാറ്റ് ആറ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ വരാൻ പോകുന്നത് ഇലക്ട്രോണുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കും. So the outer orbits of electrons from neighboring atoms would come very close, or even they overlap. So this interaction changes the motion of electron in an crystal, or it will be different from that of an isolated atom. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ എനർജി ലെവൽസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. Inside the crystal, each electron has a unique position, and no two electrons see exactly the same pattern of surrounding charges. Because of this, each electron will have a different energy level. These different energy levels with continuous energy variation form what are called energy bands. അതായത് ഒരു വളരെയധികം ആറ്റംസ് ഒരുമിച്ച് വരുമ്പോൾ ഇലക്ട്രോണുകൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഡിഫറെൻ്റ് ആറ്റംസിൽ വരുന്ന ഇലക്ട്രോൺസുകൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവും.
അപ്പോൾ ഒരു ഇലക്ട്രോണെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നെയ്ബർഹുഡ് അതുപോലെ ആയിരിക്കില്ല മറ്റൊരു ഇലക്ട്രോണിൻ്റെ നെയ്ബർഹുഡായിട്ട് വരുന്നത്. അതായത് ഒരു അതിൻ്റെ ചുറ്റിലും വരുന്ന ഇലക്ട്രോണിൻ്റെ ഒരു പാറ്റേൺ ആയിരിക്കില്ല വേറൊരു ഇലക്ട്രോണിന് ചുറ്റും വരുന്ന ഇലക്ട്രോൺസിൻ്റെ ഒരു പാറ്റേൺ. എന്ന് പറഞ്ഞാൽ അവയുടെ ഓരോ ഇലക്ട്രോണിൻ്റെയും ഇൻട്രാക്ഷൻ ലെവൽ വിൽ ബി ഡിഫറെൻറ്റ്. ആ ഒരു ഇൻട്രാക്ഷനിൽ നിന്നാണ് അതിനൊരു എനർജി കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഇലക്ട്രോണും അതിൻ്റേതായ ഒരു എനർജി ലെവൽ ഉണ്ടാവും ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഇൻട്രാക്ഷൻ വിത്ത് അതർ ഇലക്ട്രോൺസ്. സോ in place of energy level, here we have different energy levels, discrete levels which are closely packed. വളരെ അടുത്തടുത്ത് വരുന്ന രീതിയിലുള്ള ഡിസ്ക്രീറ്റ് എനർജി ലെവൽസുകളായിട്ട് ഇതിന് മാറും. ഇത്തരത്തിൽ വരുന്ന ഒരു കണ്ടിന്യൂസ് എനർജി വേരിയേഷനെയാണ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് എനർജീസിനെയാണ് നമ്മൾ ഒരു എനർജി ബാൻഡ് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The energy band, which includes the energy levels of the valence electron, is called the valence band, and the energy band above the valence band is called the conduction band. That is the range of energies possessed by valence electrons. Valence electrons സ്വീകരിക്കാവുന്ന range of energies, ആ ഒരു കണ്ടിന്യൂസ് എനർജി വേരിയേഷനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുക. വാലൻസ് ബാൻഡിനും മുകളിൽ മറ്റൊരു റേഞ്ച് ഓഫ് എനർജീസ് നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുക. എങ്ങനെയാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഫോം ചെയ്യുന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ലെറ്റ് us consider what happens in the case of silicon or germanium crystal containing n atoms. നമുക്കൊരു ജെർമേനിയം ക്രിസ്റ്റലിനെയോ അല്ലെങ്കിൽ ഒരു സിലിക്കൺ ക്രിസ്റ്റലോ എടുക്കാം. അതിൽ n ആറ്റംസ് കൊണ്ടുണ്ടാക്കിയ ഒരു സിലിക്കൺ ക്രിസ്റ്റലോ അല്ലെങ്കിൽ ജെർമേനിയം ക്രിസ്റ്റലോ. ഫോർ സിലിക്കൺ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഈസ് ദ തേർഡ് ഓർബിറ്റ് ആൻഡ് ഫോർ ജെർമേനിയം ഇറ്റ് ഈസ് ദി ഫോർത്ത് ഓർബിറ്റ്. നമ്മൾ സിലിക്കൻ്റെയും ജെർമേനിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നമുക്കറിയാം സിലിക്കൻ്റെ ആറ്റോമിക് നമ്പർ 14 ആണ്, ജെർമേനിയത്തിൻ്റെത് 32. So the atomic number of silicon is 14. So its electronic configuration will be 1s2, 2s2, 2p6, 3s2, 3p2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൻ്റെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് n is equal to 3 ആണ്. ജെർമേനിയത്തിനെ സംബന്ധിച്ചിടത്തോളം the atomic number is 32. So its electronic configuration will be 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s2 and 4p2 എന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് n is equal to 4 ആയിരിക്കും. So the number of electrons in the outermost orbit in both the cases, സിലിക്കൻ്റെ ആയാലും ജെർമേനിയത്തിൻ്റെ ആയാലും ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലുണ്ടാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4 ആണ്. സിലിക്കൻ്റെ കേസിൽ 3s2, 3p2, ജെർമേനിയത്തിൻ്റെ കേസിലാവുമ്പോൾ അത് 4s2, 4p2. രണ്ട് കേസിലായാലും നമുക്ക് ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. 2 എസ് ഷെല്ലിലും 2 പി ഷെല്ലിലും. അങ്ങനെയാണെങ്കിൽ n ആറ്റംസ് ഉണ്ടെങ്കിൽ, ഒരാറ്റത്തിൻ്റെ കേസിലാണ് നമ്മൾ ഈ പറഞ്ഞത്, n ആറ്റംസിൻ്റെ കേസ് വരുമ്പോൾ the total number of outer electrons in the crystal is 4n. That means each atom has got 4 valency. So if there are n atoms, the total number of outer electrons in the crystal will be 4n. The maximum possible number of electrons in the outer orbit is 8. നമുക്കറിയാം പി സബ്ഷെല്ലിന് 6 ഇലക്ട്രോൺസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഔട്ടർമോസ്റ്റ് ആ ഷെല്ലിന്, ഔട്ടർ ഓർബിറ്റിന് 8 ഇലക്ട്രോൺ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. The maximum possible number of electrons in the outer orbit is 8. That is 2 electrons in s orbit and 6 electrons in p subshell. So for the foreign valence electrons, there are 8n available energy states. These 8n discrete energy levels can either form a continuous band or they may be
grouped in different bands depending upon the distance between the atoms in the crystal. ഒന്നുകിൽ ഈ 8n ഡിസ്ക്രീറ്റ് എനർജി ലെവലിന് ഒരു കണ്ടിന്യൂസ് ബാൻഡായിട്ട് നിലനിൽക്കാം, അത്രയും എനർജി റേഞ്ച് ഉണ്ടാകാം. അല്ലാത്ത പക്ഷം സോളിഡിൽ ആറ്റം ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിലേറ്റീവ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് ഇതിന് വേണമെങ്കിൽ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള എനർജി ബാൻഡ്സുകളായിട്ട് രൂപാന്തരപ്പെടാം. At the distance between the atoms in the crystal lattice of silicon and germanium, the energy band of these 8n states is split apart into two which are separated by an energy gap each. സിലിക്കൻ്റെയും ജെർമേനിയത്തിൻ്റെയും കേസ് എടുക്കുമ്പോൾ അവയുടെ റിലേറ്റീവ് ആറ്റോമിക് സ്പേസിങ്ങിനെ ബേസ് ചെയ്ത് വരുമ്പോൾ ഈ 8n ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നു, 4n 4n. That is, 8n states is split apart into two, and these two energy states are separated by some energy gap. അതിനെ നമ്മൾ EG എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, എനർജി ഗ്യാപ്പ്. The lower band, which is completely occupied by the foreign valence electrons at temperature of absolute zero, is the valence band. നമുക്കറിയാം അതിൽ ഫോറിൻ ഇലക്ട്രോൺസ് കൊണ്ട് ആ 8n സ്റ്റേറ്റ്സിൽ 4n സ്റ്റേറ്റ്സ് ഈ ഫോറിൻ ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യും. ആ ഒരു റേഞ്ച് ഓഫ് എനർജീസിനെയാണ്, അതായത് 0 കെൽവിൻ, ആ ഒരു റേഞ്ച് ഓഫ് എനർജീസിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുക. നൗ യു ആർ ലെഫ്റ്റ് വിത്ത് അനദർ ഫോറിൻ എനർജി ലെവൽസ് where you don't have any electrons or they are completely empty at absolute zero, and that particular range of energy is called conduction band. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. 8n സ്റ്റേറ്റ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറി 4n സ്റ്റേറ്റ്സ്, അതിന് മുകളിൽ എബോവ് ദാറ്റ് there is another 4n സ്റ്റേറ്റ്സ്. ബിലോ താഴെ വരുന്ന ഫോറിൻ സ്റ്റേറ്റ്സുകളെല്ലാം ഓക്യുപ്പൈഡ് ആണ്. 4n വാലൻസ് ഇലക്ട്രോൺസുകൾ ആ ഫോറിൻ സ്റ്റേറ്റ്സ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ മുകളിൽ വരുന്ന ആ ഫോറിൻ സ്റ്റേറ്റ്സിൽ ഇലക്ട്രോൺസ് ഇല്ല, ദേ ആർ കംപ്ലീറ്റ്ലി എംപ്റ്റി. Now there you can see there is an energy gap between these two states, that is valence band and conduction band, and that energy separation between the valence band and the conduction band is called the energy gap. ഇതിനെ നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നും പറയാറുണ്ട്. FEG ഷോർട്ട് ഫോമിൽ ക്യാപിറ്റൽ FEG എന്ന രീതിയിൽ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാറുണ്ട്, ഡിനോട്ട് ചെയ്യാറുണ്ട്. So there is forbidden energy gap or simply energy gap. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു രീതിയിലുള്ള എനർജി ലെവൽസ് നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലും ഇലക്ട്രോൺസിന് ഈ ഒരു എനർജി വാല്യൂസ് സ്വീകരിക്കാൻ സാധ്യമല്ല സിലിക്കൻ്റെയും ജെർമേനിയത്തിൻ്റെയും കേസിൽ. The lowest energy level in the conduction band is shown as EC, and the highest energy level in the valence band is shown as EV. Above EC and below EV, there are a large number of closely spaced energy levels. EC എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും ലോ എനർജി ലെവലാണ്. EV എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിൻ്റെ ഏറ്റവും ഹൈ എനർജി ലെവലുമാണ്. ECക്ക് മുകളിലോട്ട്, ആ ഒരു എനർജിക്ക് മുകളിലോട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസുകൾ കാണാം. EVക്ക് താഴെയും അതുപോലെ വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് കാണാം. എന്നാൽ ECക്കും EVക്കും ഇടയിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു എനർജി ലെവൽ കാണാൻ സാധ്യമല്ല. That is forbidden in that region. So forbidden energy gap. The gap between the top of the valence band and bottom of the conduction band is called the energy band gap. So ഈ ഒരു സെപ്പറേഷനെയാണ് നമ്മൾ EC minus EV, you will get some value there. The gap between the top of the valence band and bottom of the conduction band is called the energy band gap. It may be large or small or zero depending upon the material. Material to material, the value of EG will be different. ചില മെറ്റീരിയൽസിന് EG വാല്യൂ വളരെ ഹൈ ആയിരിക്കാം,
ചിലതിന് വളരെ ചെറുതായിരിക്കാം. ചിലപ്പോൾ EG എന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ, കണ്ടക്ഷൻ ബാൻഡും വാലൻസും ബാൻഡും തമ്മിൽ ഒരു സെപ്പറേഷനെ കാണിക്കാത്ത ഒരു രീതിയാവാം. ദാറ്റ് മീൻസ് ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഓവർലാപ്സ്, ഒന്നിന് മുകളിൽ എന്ന രീതിയിൽ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലും വരാം. അത് മെറ്റീരിയലിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Now we are going to classify solids based on the energy gap. ഈ എനർജി ഗ്യാപ്പിൻ്റെ വാല്യൂവിനനുസരിച്ച് നമ്മൾ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ മുന്നേ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി, അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ടേംസിലായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ എനർജി ഗ്യാപ്പിൻ്റെ, ആ എനർജി സെപ്പറേഷൻ്റെ ടേംസിലാണ് നമ്മൾ ഇനി സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. One can have a metal or a conductor either when the conduction band is partially filled and valence band is partially empty, or when the conduction and valence band overlaps. അതായത് അബ്സല്യൂട്ട് 0 കെൽവിനിൽ ചിലപ്പോൾ you can find some electrons in the conduction band. ചില ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ കാണാൻ സാധിക്കും. അത് പറയുമ്പോൾ വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കില്ല, കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി എംറ്റിയും ആവാത്ത ഒരവസ്ഥ. അല്ല എന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു സിറ്റുവേഷനിൽ EG വാല്യൂ 0 ആയിരിക്കാം. ഈ രണ്ട് സിറ്റുവേഷൻ അറൈസ് ചെയ്താലും അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ കോൺട്രിബ്യൂട്ട് ചെയ്യും. That is, such materials are called metals. So, when there is overlap, electrons from valence band can easily move into the conduction band. This situation makes a large number of electrons available for electrical conduction. When the valence band is partially empty, electrons from its lower level can move to higher level, making conduction possible. Therefore, the resistance of such materials is low or the conductivity is high. If there is a large band gap that is greater than 3 electron volt എന്നുള്ളത് ആറ്റോമിക് ലെവലിൽ എനർജിയെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടാണ് ആ സോളിഡിലെ എനർജി ഗ്യാപ്പ് എങ്കിൽ there are no electrons in the conduction band and therefore no electrical conduction is possible. Not that the energy gap is so large that the electrons cannot be excited from the valence band to the conduction band by thermal excitation. This is the case of insulators. ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കൂടുതലായിരിക്കും എനർജി ഗ്യാപ്പ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ റൂം ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ പോലും ഇലക്ട്രോൺസിനെ നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റില്ല. വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ സാധ്യമല്ല. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എത്തിച്ചേരുമ്പോഴാണ് അതിന് കണ്ടക്ടിവിറ്റി പോസിബിൾ ആക്കാൻ പറ്റുക. അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലാണ് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുക. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് വിൽ ബി അത് ബൗണ്ടഡ് ടു ദി ന്യൂക്ലിയസ് ആയിരിക്കും, അല്ലെങ്കിൽ ബൗണ്ടഡ് ടു ദി ആറ്റം ആയിരിക്കും. പക്ഷേ അതേസമയം കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, ദേ ക്യാൻ കണ്ടക്ട് കറണ്ട്. അപ്പോൾ എപ്പോഴാണോ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ വരിക അപ്പോൾ മാത്രമേ മെറ്റീരിയലിന് കണ്ടക്ട് ചെയ്യാൻ സാധിക്കൂ. ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ നമുക്ക് നോർമൽ സിറ്റുവേഷനിൽ ഒരിക്കലും വാലൻസ് ബാൻഡിലിരിക്കുന്ന ഇലക്ട്രോണുകളെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് കണ്ടക്ഷൻ ഇൻസുലേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. യു ക്യാൻ സീ the energy gap is greater than 3 electron volt between the valence band and the empty conduction band. If band gap is small, in energy gap വളരെ കുറവാണെങ്കിൽ, that is less than 3 electron volt, at room temperature, some electrons from valence band can acquire enough energy to cross the energy gap and enter the conduction band. These electrons can move in the conduction band. Hence, the resistance of semiconductor is not as high as that of insulator.
എനർജി ഗ്യാപ്പ്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി സെപ്പറേഷൻ എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചർ എത്തുമ്പോൾ തന്നെ തെർമൽ അജിറ്റേഷൻ കൊണ്ട് തന്നെ ഇലക്ട്രോൺസുകളെ വേണമെങ്കിൽ നമുക്ക് എക്സൈറ്റ് ചെയ്യിക്കാൻ സാധിക്കും. വാലൻസ് ബാൻഡിലിരിക്കുന്ന ഇലക്ട്രോണിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരാൻ സാധിക്കും. അങ്ങനെ വരുന്ന പക്ഷം അവിടെ കണ്ടക്ഷൻ പോസിബിൾ ആയിരിക്കും. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന് ഇൻസുലേറ്റേഴ്സിനേക്കാൾ കണ്ടക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ കണ്ടക്ടേഴ്സിൻ്റെ അത്രത്തോളം കണ്ടക്ടിവിറ്റി പോസിബിൾ അല്ല. അപ്പോൾ ഇതാണ് എനർജി ഗ്യാപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള രീതി.